ആരാ അപ്പനെ കണ്ടിട്ടുണ്ട്. ഓടിപ്പോയി അമ്മയുടെ ബായി ഒന്ന് എടുത്തേ നീ അമ്മ നീ എടുത്ത് ഷിബു എമ്മം കൊച്ചിൻ പെട്ടി പൊട്ടിക്കുന്നു. മച്ചാനൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. മരുമോൾ ഇവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. വായും പൊളിച്ച് പപ്പായ്ക്ക് അവിടെ വെച്ച് നമ്മുടെ യൂട്യൂബിന്റെ ഇതില് വേഗം യൂട്യൂബ് ചാനലുകാർ കൊടുത്താണ്. അപ്പൊ അത് നമുക്ക് അപ്പച്ചനെ തന്നെ കൊടുത്ത് ബലകം അപ്പ വരും. നമ്മോനെ കിട്ടിയ അംഗീകാരം. ഇതേണ്ട സ്നേഹമോള് ആശുപത്രിയിൽ അഡ്മിറ്റ് അല്ല, ട്രിപ്പ് ഇട്ടു. പപ്പായ അവിടെ ട്രിപ്പ് ഇട്ടു. ചാടുന്നുണ്ടോ? ആ ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം അപ്പൻ അപ്പൊ നമ്മുടെ അപ്പൻ ഇന്ന് വരുവാണ് കേട്ടോ. ഇപ്പൊ അതിന്റെ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വരുന്ന സമയം 1:30 എന്നാണ് പറഞ്ഞത്. ഇപ്പൊ സമയം 12:50 ആയതേ ഉള്ളൂ. എന്താണെന്ന് അറിയത്തില്ല, നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പം എല്ലാം ഷടപടേന്നായിരിക്കും. ഞാനും അമ്മയും കൂടെയാണ് വന്നത്. സ്നേഹമോക്ക് തീരെ വയ്യ അല്ലേ? അവൾക്ക് ആ കാസർഗോഡ് പോയിട്ട് വന്നപ്പോഴത്തേക്കും അങ്ങ് ആകപ്പാടെ പനിയും പിടിച്ച് ഭയങ്കര ടയേർഡാണ് പുള്ളിക്കാരത്തി. പിന്നെ അപ്പച്ചനും അമ്മച്ചേക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങി വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അപ്പം വിളിച്ചിട്ടുണ്ട് എടാ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, വെളിയിൽ ഇറങ്ങി നിൽപ്പുണ്ട്, വേഗം വാ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞിട്ട്. അപ്പൊ സുനു ആണെങ്കിലും ഭയങ്കര ഹാപ്പി, ഭയങ്കര റൊമാൻസിൽ ഇരിക്കണേണ്. സുനു ഗൾഫിന്ന് ഹസ്ബൻഡ് ലീവിന് വരുന്നതിന്റെ ഒരു റൊമാൻറ്റിക്. ഞങ്ങൾ അവിടുന്ന് 2 മണിക്കൂറായിട്ട് കഥ പറഞ്ഞോണ്ട് വരുമായിരുന്നു. റൊമാൻറ്റിക് മൂഡില് പുള്ളിക്കാരത്തി ഇരിക്കണേണ്. ഓ നാണൊക്കെ ഉണ്ട്. ഈ വരവിലോടുകൂടി അപ്പന്റെ അടുത്ത് എന്റെ കല്യാണക്കാരി അറിയിക്കുമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് 24 വയസ്സ് കഴിഞ്ഞ് 25 ആകാൻ പോകുന്നില്ല. എനിക്ക് നിർബന്ധമൊന്നുമില്ല കല്യാണം കഴിക്കണമെന്നൊന്നും. പക്ഷെ അമ്മ കിടന്നെങ്കിൽ ഭയങ്കര പിടിയാണ്. ഷിനമോനെ ഈ വരവിൽ അപ്പനെ കൊണ്ട് പറയിപ്പിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കുന്നു. എന്തായാലും അമ്മയുടെ ഇഷ്ടമല്ല, നമുക്കങ്ങ് സമ്മതിച്ചാൽ കൊടുത്തേക്കാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാനോ, പിന്നെ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളോട് സമ്മതിക്കും. അയ്യോ അവര് സമ്മതിച്ചില്ലെങ്കിൽ അപ്പൊ എന്നെ കെട്ടിക്കത്തില്ലേ? അപ്പൊ നമുക്ക് കൂടുതൽ ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടണല്ലേ ഗൈസ്. നമുക്ക് എന്തായാലും അപ്പനെ കാണാൻ വേണ്ടിട്ട് പോവാം, വിളിക്കാൻ വേണ്ടിട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വിശന്ന് രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അതിന്റെ ഇടയ്ക്ക് റോഡിൽ ഭയങ്കര തിരക്ക്, കുണ്ടും കുഴിയും. അതേപോലെ തന്നെ ഈ റോഡ് പണിയുടെ ആയതുകൊണ്ട് മരം എല്ലാം വെട്ടിയിട്ടേക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. അതിന്റെ കൂട്ടത്തിൽ നല്ല വെയില്. അപ്പൊ നമുക്ക് എന്തായാലും പോയി വിളിച്ചിട്ട് വരാം. ഓക്കെ, ശുക്രിയ. വേണ്ട നമ്മളുണ്ടല്ലോ എയർപോർട്ടിലോട്ട് തിരിയാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഈ എയർപോർട്ടിൽ പോകാൻ പോകുന്നവർക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. വിളിക്കാൻ വരുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുന്നുണ്ട് ഈ സാധനം കാണുമ്പോൾ, അല്ല അമ്മേ? ഇവിടുന്ന് വേണ്ടി ഈ തിരിയുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമം. കാരണം ഇവിടുന്ന് അടുത്താണ് എയർപോർട്ട്. അമ്മയുണ്ട്. സുനു എന്തോ ഹാപ്പിയാ? ഹസ്ബൻഡിനെ കാണുന്നത് റൊമാൻറ്റിക്കാ. ആഹാ. അപ്പൊ നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പപ്പയെ വിളിച്ചിട്ട് കാണാം കേട്ടോ. നമ്മളപ്പോ വേണ്ട എയർപോർട്ടിലായിട്ടുള്ള ബ്രിഡ്ജ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? അവിടെ മേൽപ്പാലം വന്ന് നമ്മൾ എൻട്രൻസിലേക്ക് എത്താൻ പോവാണ്. അവിടെ ഒരു ബോർഡുണ്ട്, വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ എനർജി. വേൾഡിലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ്, എല്ലാം കൊണ്ടും സോളാർ എനർജിയിൽ നടക്കുന്നത്. നമ്മൾ വേണ്ട എയർപോർട്ടിൻ്റെ ടോൾ മേടിക്കാനായിട്ട്, ടോളല്ല പാസ് മേടിക്കാൻ വേണ്ടി നിൽക്കണതാണ്. നമുക്ക് പിന്നെ ഇവിടെ പൈസ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. നേരെ കയറി നേരെ പോവാം. ആരാ ഇതാണ്ട് അപ്പനെ കണ്ടിട്ടുണ്ട്. വേണ്ടേ അമ്മോ, അപ്പനെ കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് നീല കോട്ടൊക്കെ? ജോലി സ്ഥലത്ത് നേരെ ഇറങ്ങി വന്നാണ്. ഫുഡ് കഴിച്ചോ? അപ്പൊ കഴിച്ചില്ല, എനിക്ക് വിശക്കുന്നു. ഞങ്ങൾക്കും വിശക്കുന്നു. അപ്പൊ കഴിക്കാൻ പോവാം. നമ്മളപ്പോൾ തേണ്ട അൽസാജി കിച്ചണിൽ ചട്ടിച്ചോറ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അമ്മയുടെ ചിരിയുണ്ട്.
പൗഡർ എന്ത് അവിടെ വായിലുണ്ട്. ഇതുവരെ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടില്ല, ചട്ടിച്ചോറ് വന്നിട്ടില്ല. പപ്പായാണോ അമ്മ മേടിച്ചു തരുന്നത്? പപ്പായ വാങ്ങി. സ്നേഹം കൂടെ വേണമായിരുന്നല്ലേ? സ്നേഹം ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. അതെ, ഫുഡ് വന്നിട്ടുള്ള വീഡിയോ കോൾ ചെയ്യും. വീഡിയോ കോൾ ചെയ്യും. അവസാനം ഞങ്ങളുടെ ചട്ടിച്ചോറ് വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പയ്യെ സംസാരിക്കുന്നു. അമ്മ തുടങ്ങിക്കോ. ആ അമ്മ തിരിഞ്ഞ പോലെ നോക്കാണ്ട് അപ്പം കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് അമ്മ? അടിപൊളി അടിപൊളി. അമ്മ അപ്പനും വിശന്നിരുന്ന് കഴിക്കുന്നതാണ് കണ്ടിട്ടില്ല. കൊള്ളാം കൊള്ളാം. അപ്പോൾ ഞങ്ങളുടെ വേണ്ട ചട്ടിച്ചോറ് കഴിച്ചു. ഇനി എന്താ അമ്മ? ജ്യൂസ് ഇളക്കി കുടിക്കും. കുടി, ജ്യൂസ് കുടി. അപ്പോൾ വേണ്ട നമ്മൾ അൽസാജി കിച്ചണിൽ വന്ന് ചട്ടിച്ചോറ് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ചട്ടിച്ചോറ്? അടിപൊളിയായിരുന്നു. നല്ല സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടു. പപ്പ എന്തിയേ? പപ്പ അതാണ്ട് അവിടുന്ന് വരുന്നുണ്ട്. പപ്പ വന്ന ഒരു സർപ്രൈസ് ആയിപ്പോയില്ല. നമ്മൾ എല്ലാ വട്ടവും നമ്മൾ ചെയ്യണ പോലെ ആയിപ്പോയില്ല അല്ലേ ഈ വട്ടവും? എല്ലാം ഇടിപിടിയുന്നായിരുന്നു. സ്നേഹമോളും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് സ്നേഹമോളുടെ റിയാക്ഷനൊക്കെ കാണാം. പപ്പയെ കാണുമ്പോഴത്തേനും, അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പപ്പയെ കാണുമ്പോഴത്തേക്കേനും എന്തോ സ്നേഹമോളുടെയും വീട്ടുകാരുടെയൊക്കെ റിയാക്ഷൻ നമുക്കൊന്ന് കണ്ടേച്ചും വരാം. ഓക്കെ? അതുകൊണ്ട് അപ്പൻ നടന്നു വരുന്നുണ്ട്. പോവാം, നീ വാ. അങ്ങ് ക്ഷീണിച്ചാ നന്നായോ അപ്പൻ? അപ്പനാണ് കാലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നത്. കാല് മുറിഞ്ഞിരിക്കണയാണ്. എങ്ങനെ മുറിഞ്ഞപ്പാ? സേഫ്റ്റി ഷൂ ഇട്ട് പൊട്ടിയതാ. എന്താ? സേഫ്റ്റി ഷൂ ഇട്ട് പൊട്ടിയത്. പപ്പാടെ മറ്റേ ജോലി എന്നിടത്ത് ഷൂ ഇട്ടിട്ട് കാലങ്ങ് മുറിഞ്ഞ് അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നല്ലേ അമ്മ? ഷുഗറും ഉണ്ട്. അപ്പൊ അവിടെ നോക്കിയിട്ട് നടക്കണില്ല. അത് പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ചട്ടിച്ചോറ് കഴിച്ചിട്ട്? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. എന്നാ നമുക്ക് വീട്ടിൽ പോവാം. ഇനി അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യം സ്നേഹമോളെയൊക്കെ കണ്ടേച്ച് വരാം. ഓക്കെ? ഹാപ്പി? അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കൃപാസനം പള്ളി വരെ ഒന്ന് കയറാന്ന് വെച്ച് പപ്പായ കൊണ്ടൊന്ന് നമ്മളെൻ്റെ കൃപാസനത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും ഭയങ്കര തിരക്കാണ്, കണ്ടില്ലേ? ഇപ്പോൾ സമയം തന്നെ ഇപ്പം 4 മണിയായേ. ഇവിടെ കൃപാസനം പള്ളിയിലെ ആൾക്കാരാണ്. ഇപ്പോഴും വന്നും പോയി ആൾക്കാർ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? നമ്മളപ്പോൾ ഇവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊരു മെഴുകുതിരിയും കത്തിച്ചിട്ട് പോകാമെന്ന് വെച്ച്. അപ്പോൾ ആദ്യം പറഞ്ഞ സർജിക്കൽ ഇൻഫെക്ഷൻ ആണ് പറഞ്ഞത്. അതിനുശേഷം 10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട വന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായ വയറുവേദന അനുഭവപ്പെടും. അപ്പം മോള് തന്നെ പറഞ്ഞു നമ്മളെ വണ്ടിക്കകത്തും താക്കോലും കൊടുത്തു. മച്ചാനെ എന്തോ വേണ്ടേ? അങ്ങോട്ടോ? വണ്ടിക്കകത്തുനിന്ന് വല്ല എടുത്തിട്ടോ? ഡിക്കിക്കകത്ത് എടുക്ക്. എന്റെ അടുത്ത് സാറ് ആ പോട്ടെ, എടുത്ത് താഴിട്ട് ആ പോട്ടെ ചെല്ല്. എന്തിനാ? ആ ചെല്ല്, എടുത്തു പോയി. ഷിബു MM കൊച്ചിൻ കുവൈറ്റ്. അമ്മ ഇനി വന്നേ. അമ്മേ വന്ന് വീട്ടിലോട്ട് കേറി. ഇത് സുനു വന്നു. അമ്മച്ചി ആര് തമ്മി? ഒരു വഴക്കില്ല. സ്നേഹ, സന്തോഷം, സമാധാനം. കാല് കണ്ട കാല്. ആ നമ്മ സ്നേഹമൊക്കെ ഫ്രൂട്ടി മേടിച്ചോണ്ടെന്ന് കാല് ഇതുണ്ടോ? സേഫ്റ്റി ഷൂ ഇട്ട് പൊട്ടിയതാ. ഷുഗർ ഉള്ളോണ്ട് കരിയുന്നില്ല.
അത് ഷുഗർ ഉള്ളോണ്ട്. മരുന്ന് ഇത്രയും കഴിച്ചിട്ടോ എടി ഷുഗർ ഉണ്ടേ അത്. ഇതിലൊന്നും പറഞ്ഞ നീ വീട്. പക്ഷെ ഇത് നല്ല ഏത് അത് നാളെ തന്നെ വരുമല കൊണ്ടുപോയി കീറുക. ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. ആ കീറണം. പിന്നെ കാലിരിക്കുന്നുണ്ട്. അയ്യോ ഷുഗറാ. അമ്മേ വേണ്ടേ വേണ്ട ഫ്രൂട്ടി ഫ്രൂട്ട് കുടിക്കില്ലേ പപ്പ? പപ്പായെ തൊടല്ലേ. അപ്പൊ എനിക്ക് വരണുണ്ടായിരുന്നു, എനിക്ക് വൈകാത്തോണ്ടായിരുന്നു. അമ്മ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു അപ്പയ്ക്ക്? കാണിക്കാം വാ. ഓ ഓടിച്ചു വിടാൻ അങ്ങ് ധൃതിയായി. 10-25 ദിവസമുണ്ട്. ഇനി പരീക്ഷയാ. എന്ന് അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച കിട്ടോ? എത്ര മണിക്കാ? ഓ ഉച്ചക്കൊക്കെ പോയാ മതി. അതെ വന്നു. എന്താ ഉണ്ട്? ആണ്ട് ഈ ഉമ്മ കൊടുക്കുവാണോ? എനിക്ക് വയ്യ. അമ്മ ചക്ക എടുത്ത് ഓടിക്കുന്നില്ലേ? എന്തൊക്കെയാ റെഡിയാക്കി വെച്ചേക്കുന്നേ? ശിവചേന് മൂത്തൊരു വിഷമോ? എന്തോ പറ്റി? എനിക്കെന്ത് വിഷമോ? നല്ല സന്തോഷമോ? അപ്പച്ചനെ കണ്ടന്റ് ഇത്രയും നേരം നല്ല സന്തോഷമോ? അപ്പച്ചനെ കണ്ടന്റ് അമ്മ അമ്മ ഇവര് ഭയങ്കര കാണുന്ന ആളുകൾക്ക് മനസ്സിലായി ഭയങ്കര മോന വെച്ചുള്ളതാ. അതെ അതെ കൊള്ളിച്ചുള്ളതാ. അതെ വെള്ളം എടുത്താ ടേബിളിൽ എന്നാ നിനക്ക് ഏതാണ്ടൊക്കെ പപ്പ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇഷ്ടംപോലെ മുട്ടായി ഉണ്ട്. നിനക്ക് എന്തൊക്കെയോ സാധാരണ എല്ലാ വട്ടം അപ്പാടോടെന്ന് പറഞ്ഞാൽ ഈ സിനിമ നടിക്ക് മുട്ടായി ഉണ്ട്. സിനിമാ നടിക്ക് മുട്ടായി, സിനിമ നടി ചക്കയ്ക്ക് എന്തോ ചക്കയ്ക്ക് എന്തോ. എടാ മോനെ അങ്ങനെ പറയല്ലേ. ആ ആ ഒരു ഗ്ലാസ് ചായ ഇച്ചിരി പാല് വേറെ അപ്പന് കൊടുക്കുന്നു. ആ കൊടു. അത് നിനക്കും വേണോ? ആ എട്, നീ എടുക്കടി മുത്തേ. നീ ഹാപ്പി അല്ലേ സുനു? ശരി എന്നാ ഹാപ്പി അല്ലേ നീ? ഹാപ്പിയാ ഹാപ്പി. ഓ റൊമാൻസ് ആണല്ലോ ഇത്. സ്നേഹ വേറൊരു കാര്യമുണ്ട്. ഇനി വന്നേ, ഇനി വാ, നീ ഓടിവാ. നീ ഓടിപ്പോയി അമ്മയുടെ ബാഗ് ഒന്ന് എടുത്തേ. നീ നീ അമ്മ നീ എടുത്ത് എന്താ കഷ്ടപ്പാടാ. കൊണ്ടോ ഇല്ല ഇനി വാ അല്ല ഇപ്പഴേ തുറക്കല്ലേ ഇപ്പഴേ പപ്പാടെ മുമ്പിൽ കൊണ്ടുപോയി തുറക്ക്. വാ എടി തുറക്കടി, അത് തുറക്ക്. എന്തൊക്കെയാ ഉള്ളതെന്ന് അമ്മയുടെ വായിന്റെ അകത്തോന്ന്. എന്ത് ഇത് റോസ് പൗഡർ സിനിമാ നടികളുടെ. എടി സിനിമാ നടിയുടെ അമ്മയായത്. അതന്നെ. ഹലോ ഉണ്ട്. 4 മാസം കൂടി ഇരിക്കുമ്പോ ഭർത്താവിനെ കാണുമ്പോ ഒരു ലിഫ്റ്റിംഗ്. അമ്മ ഇത് അമ്മയ്ക്ക് പിടിക്കുന്നില്ല, അമ്മയ്ക്ക് ഇവിടെ കറുപ്പ് വരും. അത് സാരമില്ല. ഇവിടെ കൺമഷിയോ? അമ്മയുടെ വായിന്ന് മോള് പൊക്കുന്നത് വേണ്ടേ? എടാ സത്യമായിട്ട് ഞാൻ പോലും എടുത്തില്ല, മേടിച്ച ഷോയ്ക്ക് വെച്ചേക്കുന്നു. അമ്മേ കണ്ട് ഞാൻ എന്ത് ചെയ്യാൻ. ഭർത്താവിനെ കാണാൻ വലിയ കാര്യത്തി. അപ്പൊ ആ കാല ചാടി കയറി മറ്റേ പട്ടി. മച്ചാനെ മോനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? എന്ത് പറ്റി? എങ്ങനെയുണ്ട് മോനെ കണ്ടിട്ട്? അവനെ കണ്ട അസ്ഥിക്കൂട്ടായി കാലും വയ്യ. കാലും വയ്യ ശരിയാക്ക, അതിന് വേണ്ടിട്ടാണല്ലോ വന്നത്. നമ്മള് സന്തോഷമാവും. നമ്മളങ്ങ് ഉത്സവിക്കേ. അത് ചുമ്മാ വേണ്ട. രാത്രി നല്ല വട്ടോ, ഭയങ്കര വട്ടോ ഇവിടെ. അതെ നിന്റെ പല കാര്യങ്ങളും പറയാനുണ്ട്. പറയട്ടെ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കട്ടെ. അമ്മേ കഴിഞ്ഞ ദിവസം കൂടെ അല്ല ആളറിഞ്ഞ് നീ സംസാരിക്കണം സ്നേഹ. എന്നാ നീ ഒന്ന് പറഞ്ഞു, എന്നാ എനിക്കും പറയാനുണ്ട്. ആര് ശരിയല്ലെന്ന്? അയ്യോ മോളെ കണ്ട എന്റെ സന്തോഷം. ഇതുപോലൊരു മോള്
ഇവനെപ്പോ ഒരു ആങ്ങളെ എനിക്ക്. ഇവളെ പോലെ ഒരെണ്ണം ഉണ്ടല്ലോ, ഇവളുണ്ടല്ലോ നമ്മൾ ആരും വിചാരിക്കുന്ന സാധനമേ അല്ല. ഒരു ശിനോമോനും ഇല്ല. ഞാൻ പപ്പായുടെ അടുത്ത് പറയും. എന്തോ പറയാനാടാ, അതൊക്കെ ചിരിയും കൂടെ വരുന്നു. ഓ നിന്റെ ചിരി, നിന്റെ വിളച്ചില് ഫുള്ള് ഞാൻ പറയും കേട്ടോ. ഇവളെ പിടിക്കണം പപ്പ, ഒന്ന് നല്ല പോലെ ഇവളെ ഇരുത്തി പിടിക്കണം, കെട്ടിയിട്ട് അടിക്കണം ഇവളെ. ഞാൻ പോയി ചൂരില് മേടിച്ചോണ്ട് വരും, ശരിയാക്കി തരാം. എന്നിട്ട് നാട്ടുകാർ മൊത്തം പറയുന്നത് ഞാൻ എവളെ വഷളാക്കുന്നത്, ഫോൺ മേടിച്ചു കൊടുക്കുന്നു, അത് മേടിച്ചു കൊടുക്കുന്നു, ഇതിന്റെ വാശി വീഴുന്നു. വേണ്ട എന്റെ അമ്മ വരുന്നു. ഹേയ് അയ്യോ വേണ്ട, ഇതെന്താ ഇരിക്കുന്ന ലിപ്സ്റ്റിക് ഇടുവോ? അമ്മ ആരെ വീഴ്ത്താനാ? ഇനി അമ്മയുടെ കാര്യോ? ഇവിടെ ഒന്നും നമ്മുടെ ഇല്ലാത്ത പോലെ. ഞാനിപ്പോ ഒന്നും പറയത്തില്ല. അമ്മച്ചി എന്തിയാ ചായ കിട്ടോ? അമ്മച്ചിയെ ഇഞ്ഞോളെ മോനെ കണ്ടിട്ട് എന്തോ എങ്ങനെയുണ്ട്? തിളച്ചു തോന്നുന്നു. ഞാൻ സമാധാനം കൊടുക്കാതിരിക്കാൻ ഞാനെന്തോ കൊടുത്ത്? ഞാനേ സമാധാനം കൊടുക്കൂ. അയ്യോ ഇതൊക്കെ കാണുമ്പോ ആൾക്കാരൊക്കെ ഞാൻ പപ്പയ്ക്ക് സമാധാനം കൊടുക്കാൻ ഇട്ടേക്ക് വന്നു. ഓ അമ്മച്ചി എണ്ണീറ്റ്. പിന്നെന്തുവാ? ആ ഞാനുണ്ടല്ലോ ഇവിടെ, എല്ലാ കാര്യത്തിനും ഓടി ഇടന്ന് ഞാനുണ്ട്. താണ്ട് ചാടുന്നുണ്ടോ? ആ വേണ്ടമ്മ. അമ്മ പപ്പ പറഞ്ഞ 1:30 ആകുമ്പോഴേ വരത്തുള്ളൂ എന്നാ പറഞ്ഞേ. ആണോ? 1:30 പറഞ്ഞു. ഞാൻ കറക്റ്റ് കണക്ക് കൂട്ടിയിട്ട് 10:30 ആയപ്പോ നമ്മൾ ഇറങ്ങി. കറക്റ്റ് 1 മണി ആയപ്പോ നമ്മൾ അവിടെ എത്തിയോ? ആ ഇവിടെ കൊണ്ടുപോഞ്ഞ ഭാഗ്യം അല്ലേ അമ്മേ? ചട്ടിച്ചോറ് എന്റെ സ്നേഹം, ഞങ്ങള് ചട്ടിച്ചോറ് കഴിച്ച്. നിനക്ക് അതിന്റെ രുചി അറിയാത്തോണ്ടാ. അത് അമ്മച്ചി ചോറ്, മോളെ ചട്ടിച്ചോറ്. അതിന്റെ അകത്ത് എന്തൊക്കെയായിരുന്നു അറിയോ പച്ച? ഇറച്ചി തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു 150 കറിയും ഉണ്ട്. അമ്മച്ചി വെച്ചു തലക്കറി, അടിപൊളി തലക്കറി കൊണ്ടുവരും. ചായ കൊടുക്കമ്മേ. മധുരമില്ലാത്ത അതെ ഭാര്യ ഇട്ട് തന്നതാ. അതെ ഭാര്യ ഇട്ട് തന്നതാ. വന്നു കയറിയ ഭർത്താവിന് അല്ല, ഇത് ലീവ് കഴിഞ്ഞ് വന്ന ഭർത്താവിന് ഭാര്യ ഇതായിട്ട് പോന്നു. എന്റെ എന്തുവാ മണ്ടയ്ക്ക് എന്തുവാ? പപ്പ ഇവിടെ ഫോണിന്റെ അകത്തോട്ട് കയറണമെന്ന്. അതിന്റെ അകത്ത് എന്തോ ഇരിക്കുന്നതിന്. ആ റൂമൊക്കെ വൃത്തിയാക്കിയാൽ മാറ്റൊക്കെ ഇട്ടാ കിടക്കുന്നത്. അതെ അങ്ങനെയാണെന്നുണ്ട് ആദ്യം തപ്പണ്ട. ഇവക്ക് ഈ ഇടയ്ക്ക് മേടിച്ച് 25,000 രൂപയുടെ ഫോണാ തപ്പണ്ട. ഇവിടെ ഫോണ് തപ്പണം, 25,000 രൂപയുടെ ഫോണ്. 25,000 ആണ് എന്റെ അമ്മ വന്ന് കയ്യിൽ കൊണ്ട്. അമ്മ ആശുപത്രി വിളിച്ച് ബുക്ക് ചെയ്തോ? അപ്പോൾ തേണ്ടേ പപ്പ വന്നതിന്റെ സന്തോഷത്തിൽ ഞങ്ങളൊന്നും ഈ വട്ടം പറഞ്ഞിട്ടില്ലായിരുന്നു. എമർജൻസി പപ്പ കയറി വന്നുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാലും പപ്പ എന്തൊക്കെയോ മേടിച്ചോണ്ട് വന്ന് ആ സന്തോഷം നമുക്കൊന്ന് കണ്ടിരിക്കാം അല്ലേ അമ്മേ? അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക. അതേണ്ട കാപ്പിയുണ്ട്, കാപ്പി, മുട്ടായി, ഡയറി മിൽക്കിന്റെ മുട്ടായി, അല്ലാത്ത മുട്ടായി, ബദാം. ആ അമ്മയ്ക്കുള്ളതായല്ലോ. അല്ല ഈ വട്ടം നമ്മൾ ഒന്നും പറഞ്ഞില്ലായിരുന്നു, ഇന്നത് വേണം അന്നത് വേണം. ആ ഇനി അടുത്ത വലിയ പെട്ടി. ഇതിലും ഒന്നുമില്ല കേട്ടോ. ആ സോപ്പ് ഇന്നലെ എത്ര രൂപ മേടിച്ചോണ്ട് വന്നത്? എഴുതാൻ വയ്യായിരുന്നോ? ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ മരുമോള്. അപ്പൊ വേണ്ട നമ്മൾ ഇബൂയമ്മം കൊച്ചിൻ പെട്ടി പൊട്ടിക്കുന്നു.
മച്ചാനൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. മരുമോൾ ഇവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. വായും പൊളിച്ച് ഇവിടെ എന്റെ സുനു അവിടെ ഇന്ന് രാവിലെ വീട്ടിൽ പോയിരുന്നോളോ. നിനക്കൊരു ആരോഗ്യം ഇല്ലെന്ന് പറയുന്നത് ഇതിന് ഈ വലിച്ചു ഊരി എടുത്താൽ. അതെ, അപ്പം നമ്മൾ വേണ്ട പെട്ട് തുറക്കാൻ പോവാണ്. ഈ ധന്യ നിമിഷത്തിന് സുനുവിനെ വിളിക്കുന്നു. സുനു വാ. ഇല്ലില്ല ഇല്ലില്ല വാ 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 ഇല്ലില്ല ഇല്ലില്ല നോക്കിയിട്ടുണ്ട്. അപ്പൊ വേണ്ട അപ്പൊ വേണ്ട പപ്പ പെട്ടി തുറന്നിട്ടുണ്ട്. ഞാൻ എന്താ എടുക്കുവാണ് വേണ്ടേ. എന്നാ ബിസ്ക്കറ്റ്. ഓക്കെ അമ്മ, ഇത് നമ്മുടെ ഫിൽറ്ററിന്റെ, ഇത് അമ്മയ്ക്ക്. എന്നാ ഇനി ബാക്കി പപ്പ എടുത്തോളൂ. 2 എണ്ണം അല്ല 10 എണ്ണം ഉണ്ട്. ഇതും വേറെ സാധനമാണ്. ഇത് രണ്ടും മാറ്റി. അമ്മ വേറൊരാളുടെ സാധനം. അമ്മ ഫിൽറ്റർ, ഇത് നമ്മുടെ വെള്ളത്തിനുള്ള ഫിൽറ്ററാണ്. ഇനി അമ്മച്ചിക്ക് വെള്ളം ശുദ്ധമായിട്ട് കുടിക്കാം. കുവൈറ്റ് വെള്ളം കുടിക്കാം. കേരള വെള്ളം വേണ്ട. കുവൈറ്റിൽ നിന്നുള്ള 10 ഫിൽറ്ററാണ് വന്നിരിക്കുന്ന. 10 എണ്ണം. പപ്പ വന്നതിന്റെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കും. അത് റെഡി ആയിക്കോളും. ടാങ്ക് വന്നിട്ടുണ്ട്. അതെന്തിയാ പൊന്നാട എന്തിയെ അത് കാണിച്ചേ. ഇതെന്താ സംഭവം എന്താ? ഇത് നമ്മുടെ പപ്പായ്ക്ക് നമ്മുടെ കുവൈറ്റിലെ അവര് പൊന്നാടയൊക്കെ ഇട്ട് അണിയിച്ചാണ്. ഇങ്ങോട്ട് എടുത്ത നോക്കട്ടെ മച്ചാനെ. നീ വാ. കണ്ടില്ലേ സുനു? കണ്ടു. അപ്പച്ചന് പൊന്നാട അണിയിക്കാൻ പോണ. താണ്ട് പപ്പായ്ക്ക് അവിടെ വെച്ച് നമ്മുടെ യൂട്യൂബിന്റെ ഇതില് വേറെ യൂട്യൂബ് ചാനലുകാർ കൊടുത്തതാണ്. അപ്പൊ അത് നമുക്ക് അപ്പച്ചന് തന്നെ കൊടുത്ത് ബലകം അപ്പ വരും. മോനെ കിട്ടിയ അംഗീകാരം കൈമാറിയിരിക്കുകയാണ്. അപ്പന് വേണ്ടിട്ട് കൈമാറിയിട്ടുണ്ട്. ഹാപ്പി അല്ലേ? ഇനി എന്നാ പൊക്കോ. ഇനി എന്തോ ഫിൽട്ടർ, പിസ്ത, ചെറിയ ചെറിയ സാധനങ്ങൾ. ഇത് നമ്മുടെ ഷെൽഫിലേക്ക് വെക്കാം. ഈന്തപ്പഴം അമ്മ, ഈന്തപ്പഴം നല്ല ഫ്രഷ് ഈന്തപ്പഴം. ഇത് എല്ലാം കൂടെ മിക്സ്ഡ് കേട്ടോ. ഹാപ്പി. സ്പ്രേ. ഇത് മറ്റേ ബിസ്ക്കറ്റ്, ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്. ആര് പണഞ്ഞ് അല്ലേ അമ്മേ? സുനുവിന് അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എനിക്ക് ഇഷ്ടം തോന്നുന്നു. ആരോട്? വളരെ ഇഷ്ടം. ആരോട്? സുനുവിന് ഇപ്പോഴും വൈറ്റ് ആ ചട്ടിച്ചോറ് കിടന്ന് മയങ്ങി കിടക്കുക. ഒന്ന് ഉറങ്ങിയാ കൊള്ളാന്നില്ലേ? അതുകൊണ്ട് ഇത്രയും സാധനം. ഇതെന്തോ ഗുളിക. അവിടുത്തെ പപ്പ കഴിക്കുന്ന ഗുളിക. ഇതെന്തോ ഷുഗറിന്റെ? ഇതാണ് ഷുഗറിന്റെ പപ്പയോടെ കഴിക്കുന്ന ഗുളിക. നേഴ്സുമാർ ഡോക്ടർമാരായിട്ടുള്ളവരുണ്ടെന്ന് നോക്കിയോ. അസിറ്റാപ് ക്യാപ്റ്റോപ്രിൽ 25 mg. ഇതാണ് ഏറ്റവും വലിയ സാധനം. കണ്ടില്ലേ? പൊന്നാട അണീച്ച അതുവരെ പപ്പ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അല്ല സ്നേഹമോളെ? എടി നിനക്ക് സ്റ്റേറ്റ് കലോത്സവത്തിൽ കിട്ടിയ സാധനം എടുത്ത് കാണിക്കടി. അതെടുത്തോണ്ട് പോടി. നിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് അത്. ആ ഫിൽട്ടർ വേണ്ടപ്പാ. കാല ചവിട്ടല്ലോ അപ്പ. എന്താണ്ട് സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ സ്നേഹ ഷിബു. അപ്പൊ അപ്പം വന്നു. പെട്ടിയൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ ബദാമെല്ലാം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അല്ലേ മേ? വേണ്ട ബദാമ കാണിച്ചേ. അങ്ങനെ കാണിച്ചേ, എടുത്ത് കാണിച്ചേ. അങ്ങനെ അപ്പൊ ഇത് ഞങ്ങള് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. ഒന്നമ്മ വാരിട്. എങ്ങനുണ്ട്? ഹാപ്പിയാണോ പപ്പ വന്നിട്ട്? അമ്മച്ചിക്കോട്ട്. അമ്മച്ചി വേണ്ട, അമ്മ ബദാം എടുത്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, അത് കാപ്പിപ്പൊടി. എന്തോ കാപ്പിപ്പൊടി? ഗുഡ്. മുട്ടിച്ച രണ്ടുപേരും 2 ബെഡിൽ കിടപ്പുണ്ട് അല്ലേ അമ്മേ?
നമ്മള് രണ്ടുപേരും നടുക്ക്. എന്താ വേണം? ഇതേണ്ട സ്നേഹമോളും ആശുപത്രിയിൽ അഡ്മിറ്റ് അല്ല, ട്രിപ്പ് ഇട്ടു. പപ്പായ അവിടെ ട്രിപ്പ് ഇട്ടു. പപ്പായ്ക്ക് വന്നപ്പോൾ ഛർദില്, സ്നേഹമോക്ക് പനിയുടെ. രണ്ടുപേരും ഒരു ബെഡിൽ തന്നെ കിടപ്പുണ്ട്, അല്ല അപ്പുറം ഇപ്പുറമായിട്ട്. അമ്മ അതേണ്ട് എൻ്റെ ചുണ്ടൊക്കെ ഇങ്ങ് ഉണങ്ങി. വയ്യ എൻ്റെ കുഞ്ഞിനൊട്ടും. കാണിച്ചു എന്താ എങ്ങനെയുണ്ട് ഇപ്പം? സുഖ പാവമുണ്ട്, ക്ഷീണിച്ച്. അപ്പൻ്റെ കിടപ്പുണ്ട്. സ്നേഹം നോക്കിയിട്ട് സ്നേഹമുണ്ട്, പാവുന്നുണ്ട്. തിരുമണോ? മതിയോ? ഇങ്ങനെ മതിയോ സ്നേഹമോളെ? കുറവുണ്ടോ നിനക്ക് ട്രിപ്പ് ഇട്ടിട്ട്? അത് ഇഞ്ചക്ഷൻ ഇട്ട് കുത്തിയാൻ്റെ. കുഴപ്പമില്ല പച്ച. വന്നു സുനുവിനെ അവിടെ വെച്ചു. സുനുവിന് നേഴ്സ് ആവണോന്ന്. സുനു ഒരു കൊച്ചു നേഴ്സാ. സുനുവേ, സുനു നീ അനാറ് താഴെ കളഞ്ഞല്ലേ? ഞാൻ എടുത്തു തരാം. സുനു വാ വാ. സുനു ഹാപ്പിയാണോ? എന്താ അല്ലേ? അപ്പനും മോളും അപ്പുറം ഇപ്പുറവും ബെഡില്. അതെന്താ? അതങ്ങനെ അതൊന്ന് തൊടാനായിട്ട് നിക്കണ്ട. അതങ്ങനെ അതങ്ങ് അടച്ചു വെച്ചിരുന്നീ. ആ മോള് പോലെ എന്തല്ലേ അപ്പൻ ഗൾഫിൽ നിന്ന് വന്നതും. അതെ, ആദ്യത്തെ ട്രിപ്പായി. കാല് കാണിച്ചു. അപ്പൊ അത് നാളെ എന്തായാലും മറ്റേ ആശുപത്രി പോകണ്ട. അപ്പൊ ആ ഡോക്ടറും പറഞ്ഞാൽ അങ്ങനെ നടന്നുണ്ട്, അങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല പിന്നെ രണ്ടിടത്തേയും കൂടെ മരുന്ന് മേടിച്ച് കൂട്ടി കുഴച്ച് എന്തിനാ വെറുതെ? അത് വേണ്ട. അത് നാളെ പോകുന്നുണ്ട്. നാളെ കൊളനടയില്, പന്തളം കൊളനട മെഡിക്കൽ ട്രസ്റ്റില്. ഓക്കെ അവരളിയാ എന്റെ ഇല്ല. ഞാൻ നോക്കട്ടെ. എന്തോ ദോശയാണോ? അമ്മച്ചി കഴിച്ചോ? എല്ലാം കഴിച്ചോ? എന്താ അപ്പം കഴിച്ചോ? എന്തോ കഴിച്ചേ? സ്നേഹം എല്ലാം കഴിച്ച് അസുഖവും ക്ഷീണവും ഒക്കെ മാറി. അങ്ങോട്ട് കഴിച്ച കയ്യല്ലാതെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഊരിക്കള. വേണ്ട പപ്പ വേണ്ട ദോശ കഴിക്കുന്നു. പിന്നെ സമ്മതി വേണ്ട ദോശ കൂട്ടി, തട്ട് ദോശ കൂട്ടത്തി. ആ അമ്മച്ചി ഒന്നും കൊടുത്തില്ല നമുക്ക്. ഈ അടുക്കള ഫുള്ളാണല്ലോ. അടുക്കള ഫുള്ളാണല്ലോ. ഇവർ രണ്ടുപേരും വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം വേണ്ട ഫുഡ് കഴിക്കുന്നു. നാളെ ഇനി അപ്പൻ്റെ കാല് കാണിക്കാൻ വേണ്ടിയിട്ട് പോണം. നമ്മുടെ പന്തളം കൊളനട ആശുപത്രിയിൽ മെഡിക്കൽ ട്രസ്റ്റിൽ. സ്നേഹമോളും വന്നു. നീയും ദോശ എടുത്ത് കഴിയടി. ഓക്കെ. അപ്പം വേണ്ട പപ്പായ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. ട്രാവൽ ചെയ്തതിൻ്റെ ഛർദിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഞങ്ങൾ പോയേക്കുവാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് എല്ലാവരും ക്ഷീണിതരാണ്, വയ്യ ആർക്കും. അപ്പം ഓക്കെ, ബൈ ഗൈസ്. അമ്മ ഇങ്ങോട്ട് നോക്കിയേ, ഒരു ബൈ പറഞ്ഞേ. ഓ എല്ലാരും ടെൻഷനിലാണ് ഗൈസ്, എന്താ പറയാനാ. ഞാൻ മാത്രമല്ല ഇവിടെ കൂളായിട്ടിരിക്കുന്നത്, പാവം ഞാൻ. അമ്മച്ചി ഒരു ബൈ പറഞ്ഞേ. ഓക്കെ.